കാന്താര സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞ് തോന്നിയൊരു കാര്യം, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ഒരു പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത്? മിക്കവരും പറയുന്നത് ശരിക്കും ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സ് ആണ് അപ്പാക്കി കൊണ്ടുപോകുന്നത്. അതിന് മുന്നേ വരെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്നാണ്. ബട്ട് എനിക്കൊരു ഡിഫറെന്റ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഒരുപാട് മിസ്റ്ററി നിലനിർത്തിയാണ് പടം എൻഡ് ചെയ്തിരിക്കുന്നത്. ശിവയുടെ അച്ഛൻ എവിടെ, ശിവ എവിടെ പോയി എന്നൊന്നും ഒരു അറിവും നമുക്കില്ല. പിന്നെ ഒരു രാജാവിന്റെ കാലഘട്ടം എന്താണ്, കാന്താര എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ ഉണ്ട്. ഈ ഒരു ട്രെയിലറായിട്ട് നല്ലൊരു സൂചന ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും എന്താണ് കാന്താര? കാന്താര എന്ന് പറയുന്നത് ഒരു മിത്തിക്കൽ ഫോറസ്റ്റ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ്. എന്ന് വെച്ചാൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു കാട്. അവിടെയുള്ള റൂൾസ് നോർമൽ ആളുകൾക്ക് ഉള്ളതല്ല. അവിടെ അവർ പറയുന്ന നിയമങ്ങളും നടക്കില്ല. ഈ ഒരു ട്രെയിലറായിട്ട് അത് കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാന്താര എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേരാകാനൊന്നും ചാൻസ് ഇല്ല. ആ ഒരു കാടിനെ ആയിരിക്കാം കാന്താര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കുറച്ച് മനുഷ്യരുണ്ട്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട സിനിമയായിട്ട് നല്ലൊരു കണക്ഷൻ കാണുന്നുണ്ട്. കുറേ റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴൊക്കെ മനുഷ്യൻ അധർമ്മം ചെയ്യുന്നുവോ അപ്പോഴൊക്കെ ധർമ്മം സംരക്ഷിക്കാനായി ഭൂതഗണങ്ങളെ അയക്കും എന്ന് പറയുന്നുണ്ട്. ആ ഗണങ്ങൾ എല്ലാം കുടിയിരിക്കുന്നത് ഈ പുണ്യഭൂമിയിലാണെന്നും കൂടി പറയുന്നുണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. മനഃശാന്തി ഇല്ലാതിരുന്ന ഒരു രാജാവ് ഒരു കാട്ടിലുള്ള യാത്ര ചെയ്യുമ്പോൾ ഒരു കല്ല് കണ്ടങ്ങനെ നിന്നു പോവുകയാണ്. അത് കണ്ടിട്ട് രാജാവിന് സമാധാനം കിട്ടുകയും ചെയ്യും. പക്ഷെ ആ ഒരു കല്ല് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അവിടെയുള്ള മനുഷ്യരോട് ചോദിക്കുകയും ചെയ്തു. ആ ഒരു കല്ല് അവർ പൂജിക്കുന്ന പഞ്ചുരുളി ദേവിയായിരുന്നു. ഈ സമയത്ത് തന്നെ അവിടെ പഞ്ചുരുളി ദേവി പ്രത്യക്ഷപ്പെട്ടു. ഞാൻ കൂടെ വരാം, പക്ഷെ എൻ്റെ ജനങ്ങൾക്ക് ഭൂമി അവകാശമായി കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ കൂടെ ഗുളികനും ഉണ്ടാവും, വാക്ക് തെറ്റിച്ചാൽ ഞാൻ മറന്നാൽ ഗുളികൻ മറക്കില്ല എന്നും കൂടി പറയുന്നുണ്ട്. എന്നെ വിശ്വസിക്കാം, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഒരു കല്ലും കൊണ്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ശിവയുടെ അച്ഛന്റെ കാലഘട്ട സമയത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരാൾ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ശിവയുടെ അച്ഛൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ശിവയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഇതൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിലറുമായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ 2 കാലഘട്ടം കാണും എന്ന് ഉറപ്പാണ്. ഒന്ന് പഴയ കാലഘട്ടം, 2 ഫസ്റ്റ് പാർട്ടിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാലഘട്ടം. അത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് എങ്ങനെയാണ് മായ ആയതെന്നൊരു കുട്ടി ചോദിക്കുന്നുണ്ട്. മേ ബി അത് ശിവയുടെ മകനാകാനാണ് ചാൻസ്. ശിവയ്ക്ക് എന്താണ് പറ്റിയതെന്ന് പറയുന്നത് കൊണ്ടിട്ടായിരിക്കാം ഈ ഒരു സിനിമ സംഭവിക്കുന്നത് തന്നെ. ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ ആ ഒരു കൊച്ചിനോട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതായിരിക്കും ആരെങ്കിലും. പിന്നെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ രാജാവ് കൊണ്ടുപോകുന്ന കല്ലുണ്ടല്ലോ, അത് ഈ ഒരു ട്രെയിലറായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട രാജാവിന്റെ കാലഘട്ടത്തെക്കാൾ മുൻപുള്ള കഥയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഒരു കുട്ടീനെയും ഈ ഒരു ട്രെയിലറായിട്ട് കാണിക്കുന്നുണ്ട്, ആ ഒരു കാട്ടിൽ കിടക്കുന്നതായിട്ട്. ഒരു പക്ഷേ തിന്മയിൽ നിന്നും ആളുകളെ രക്ഷിക്കാനായിട്ട് ഭൂതഗണങ്ങളെ അയക്കുമെന്ന് ഈ ഒരു ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ ഒരു കുട്ടീനെ ദൈവം അയക്കുന്നതായിക്കോട്ടെ. ബെർമ, അതായത് ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടർ, ആ ഒരു തലമുറയിലുള്ള ആളുകൾ തന്നെ ആയിരിക്കാം ശിവയും ശിവയുടെ അച്ഛനും. ഭൂതഗണങ്ങളുടെ കർത്തവ്യം കഴിയുമ്പോൾ അവർ ആ ഒരു സ്ഥലത്ത് നിന്ന് പോകുമായിരിക്കാം. അതായിരിക്കാം ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചത്. മേ ബി ഈ ഒരു കഥ നടക്കുന്നത് ആ ബംഗ്രയിലുള്ള ആളുകളും കാന്താരിലുള്ള ആളുകളും ആയിട്ടുള്ള ഫൈറ്റ് തന്നെയാണ്. കാരണം ആ ഒരു കോൺഫ്ലിക്റ്റ് ട്രെയിലറിൽ നമുക്ക് കാണുന്നത് വ്യക്തമാണ്. ഏകദേശം ഫസ്റ്റ് പാർട്ടൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും പോകുന്നത്. സ്റ്റോറി ലൈൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷേ ഫസ്റ്റ് പാർട്ടുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.